അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, രണ്ട് പ്രശ്നങ്ങൾ ഖംറിലുണ്ട്, രണ്ട് പ്രശ്നങ്ങൾ മദ്യം ഉപയോഗിക്കുന്നതിലുണ്ട്, രണ്ട് പ്രശ്നങ്ങൾ ലഹരി ഉപയോഗിക്കുന്നതിലുണ്ട്. അതിൽ ഒന്ന്, നിങ്ങൾ തമ്മിലുള്ള പരസ്പര ശത്രുതയും വിദ്വേഷവും വർദ്ധിക്കും. പിതാവിന് മക്കളോട് ദേഷ്യമുണ്ടാകും, ഭാര്യയോട് ദേഷ്യമുണ്ടാകും. ലഹരി ഉപയോഗിക്കുന്ന മക്കൾ മാതാപിതാക്കളെ ശത്രുക്കളായി കാണും. അതുകൊണ്ടാണ് മാതാപിതാക്കളെ കൊല്ലുന്ന മക്കളുണ്ടാകുന്നത്, മക്കളെ കൊല്ലുന്ന മാതാപിതാക്കൾ ഉണ്ടാകുന്നത്, ഭാര്യയെ കൊല്ലുന്ന ഭർത്താവ് ഉണ്ടാകുന്നത്. എപ്പോഴാണത്? ലഹരി ഉപയോഗിക്കുമ്പോഴാണ്. അങ്ങനെ ലഹരി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നത് ശൈത്താനാണ്. നിങ്ങൾക്കിടയിൽ ശത്രുതയുണ്ടാക്കുവാൻ, സമൂഹത്തിൽ പ്രശ്നമുണ്ടാക്കുവാൻ അവൻ ഉദ്ദേശിക്കുന്നു. മാത്രമല്ല, അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്നും നമസ്കാരത്തിൽ നിന്നും അത് നിങ്ങളെ തടയുകയും ചെയ്യുന്നു. പ്രധാനപ്പെട്ട രണ്ടാമത്തെ വിഷയം അതാണ്. അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് തടയുന്നു. അവിടെ പ്രത്യേകം പറഞ്ഞ ഇബാദത്ത് വഅനി സ്വലാഹ്, നമസ്കാരത്തിൽ നിന്ന് ലഹരി വസ്തുക്കൾ തടയുന്നു. കാരണം എന്താണ്? ഒരാളുടെ നമസ്കാരത്തിൽ പ്രശ്നമുണ്ടാക്കിയാൽ ബാക്കി എല്ലാ കാര്യങ്ങളും പ്രശ്നമായി തീരുമെന്ന് ശൈത്താൻ അറിയാം. കാരണം ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നമസ്കാരം നീചവൃത്തികളിൽ നിന്നും വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നും തടയുന്നു. നമസ്കാരം ഒരു മനുഷ്യനെ ശുദ്ധീകരിക്കുന്ന മഹത്തായ ആരാധനയാണ്. ആ ആരാധന ഇല്ലാതായാൽ അവൻ നശിക്കുമെന്ന് ശൈത്താൻ അറിയാം. അതുകൊണ്ടാണ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുവാനും മദ്യം ഉപയോഗിക്കുവാനും പിശാച് പ്രേരിപ്പിക്കുന്നത്. ഫഹൽ അൻതും മുൻതഹൂൻ. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ ഒരിക്കലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. അവരെ ശ്രദ്ധിക്കണം, അവരുടെ മക്കളെ ശ്രദ്ധിക്കണം, സൊസൈറ്റിയെ ശ്രദ്ധിക്കണം, ഭരണകൂടം ജനങ്ങളെ ശ്രദ്ധിക്കണം. അങ്ങനെ ആ വിഷയത്തിൽ ഉത്തരവാദിത്ത ബോധമുള്ളവരാകണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു.